ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ലിപ് കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ലിപ് കെയർ നമ്മളൊരു ലിപ് സിറമാണ് പ്രിപ്പയർ ചെയ്യണത് കേട്ടോ. ഈ ഒരു ലിപ് സിറം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചുണ്ടിലെ കറുത്ത പാടുകൾ, നമ്മുടെ ചുണ്ട് ഒരുപാട് ഡ്രൈ ആയിട്ട് കരിവാളിച്ചിട്ടൊക്കെ ഇരിക്കൂലേ, അങ്ങനെയുള്ള ഒരുപാട് പാടുകളൊക്കെ മാറാനായിട്ട് ഈ ഒരു ലിപ് സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തിലൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു ലിപ് സിറം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ഒരു ലിപ് സിറമാണ് പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ആ ഒരു ലിപ് സിറത്തിനായിട്ട് ഞാനിവിടെ ആദ്യം എടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ളതാണ് ഞാനിപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യണത്. നമ്മുടെ ചുണ്ടിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി ഈ ഒരു സിറം. രാത്രി കിടക്കുന്നതിന് മുമ്പ് പകലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ചുണ്ടിലുള്ള ഒരു കറുപ്പൊക്കെ മാറാനായിട്ടൊക്കെ ഈ ഒരു നാരങ്ങ നീര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഗ്ലിസറിനാണ്. അപ്പോൾ ഞാനിത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഗ്ലിസറിനാണ്, കണ്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലിസറിൻ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തേക്കുന്ന അതേ അളവിൽ ഗ്ലിസറിൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ നിറയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സ്പൂണിലെ അളവിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചുണ്ടുകൾ ഒട്ടും ഡ്രൈ ആവില്ല. നമ്മുടെ ചുണ്ടുകൾ എപ്പോഴും നല്ല സോഫ്റ്റും സ്മൂത്തും നല്ല മൃദുലമായിട്ടുള്ള ചുണ്ടുകൾ എന്നൊക്കെ പറയണ പോലെ ആകാനായിട്ട് ഈ ഒരു ഗ്ലിസറിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ചുണ്ടുകൾക്ക് പെട്ടെന്ന് തന്നെ, അത് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് നല്ല നിറം വർദ്ധിപ്പിക്കാനുള്ള ഒരു ലിപ് കെയർ വീഡിയോ ആണ്. 2-3 ഇട്ടിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നല്ല വീഡിയോ ആയിരുന്നു, നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നാരങ്ങാ നീരും ഗ്ലിസറിൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ഇങ്ങനെ ഒരു പരുവത്തിൽ കിട്ടും, കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് സിറം. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിനായിട്ട് മതി, നാരങ്ങാ നീരും ഗ്ലിസറിനും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. മോശമൊന്നും ആയി പോകില്ല. നമ്മുടെ ചുണ്ടിലുള്ള കറുത്ത പാടുകളും കരിവാളിപ്പായ വന്നേക്കണൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ചുണ്ടുകൾ നന്നായിട്ട് സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും നല്ലൊരു കളർ, പിങ്ക് കളർ, നമ്മുടെ ചുണ്ടിൽ നാച്ചുറലായിട്ടുള്ളൊരു കളർ കിട്ടാനായിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ലിപ് സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു ലിപ് സിറത്തിനായിട്ട് മതി. നമ്മളിത് ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ പിന്നെ റെസ്റ്റ് ചെയ്യലേ, കിടന്ന് ഉറങ്ങിയല്ലേ. അപ്പോൾ നമ്മുടെ ചുണ്ടിലോട്ട് ആവശ്യമുള്ള കണ്ടൻസ്, അതായത് ഈ ഗ്ലിസറിനിലും നാരങ്ങാ നീരിലുള്ള എല്ലാവിധ കണ്ടൻസും നമ്മുടെ ചുണ്ടിലോട്ട് അബ്സോർബ് ആകുകയും നമ്മുടെ ചുണ്ടുകൾക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കറുപ്പൊക്കെ മാറി നന്നായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു റെഡിഷ് കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലിപ് സിറം ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ചുണ്ടുകൾ ചില സമയത്തൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ഡാർക്കായിട്ട്, എന്ത് ചെയ്തിട്ടാണെന്ന് അറിയാൻ പാടില്ല. ചുണ്ടുകൾക്ക് നാച്ചുറലായിട്ട് വന്നതല്ല, നാച്ചുറലായിട്ട് നല്ലൊരു റോസ് കളറൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ചുണ്ട് പെട്ടെന്ന് കറുത്ത് ഇതൊക്കെ ഇരിക്കും. അപ്പോൾ ചിലർ പറയും ടൂത്ത് പേസ്റ്റിൻ്റെ ഇരിക്കും, നമ്മൾ പല്ല് തേക്കുന്നത് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയും. പക്ഷേ സംഭവം തന്നെ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. പേസ്റ്റ് നമ്മൾ മാറ്റി ഉപയോഗിക്കും, പക്ഷേ എന്നിട്ടും അങ്ങനെ ചുണ്ടിൻ്റെ കളറിന് വ്യത്യാസം വരില്ല. പല രീതിയിൽ നമുക്ക് അങ്ങനെ വരാം. ചിലപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ കഴിക്കണതുകൊണ്ട് നമുക്ക് ഇതേപോലെ ചുണ്ടിന് കറുപ്പ് വരാം. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു അനുഭവത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചുണ്ടിൽ തേക്കുന്ന ഒരു സാധനമാണ് ഗ്ലിസറിനും നാരങ്ങ നീര്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഗ്ലിസറിൻ നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ നീര് ചേർക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള കറുപ്പൊക്കെ മാറിയിട്ട് നന്നായിട്ട് ക്ലിയർ ആവും. നാച്ചുറലായിട്ടുള്ളൊരു കളർ നമുക്ക് നാച്ചുറലായിട്ട് നോർമലായിട്ട് കിട്ടും. പക്ഷേ നാരങ്ങ നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ ഒരുപാട് ഡ്രൈ ആകുകയും അതേപോലെ നമ്മുടെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും മാറാനായിട്ട് നമ്മുടെ ചുണ്ട് എപ്പോഴും സോഫ്റ്റായിട്ടും നല്ലൊരു മോയ്സ്ചറൈസായിട്ട് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ ഗ്ലിസറിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ചുണ്ടുകൾ നല്ല ബേബി സോഫ്റ്റ് പിങ്ക് ലിപ്സൊക്കെ ആകാനായിട്ടൊക്കെ ഈ ഒരു ലിപ് സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലിപ് സിറം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് 2 ആഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ഒരാഴ്ച വരെയൊക്കെ, ഇതെനിക്ക് അങ്ങനെ ഒരാഴ്ച വരെയൊക്കെ നിൽക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്പൂണിൽ നാരങ്ങ നീരും ഗ്ലിസറിനും മാത്രമല്ല എടുത്തത്. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് എല്ലാ ദിവസവും അല്ല, ഞാനിപ്പോൾ പകലൊക്കെ ഇടയ്ക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതെനിക്ക് പെട്ടെന്ന് തീരും. ഇത്ര ഉണ്ടാക്കിയാൽ മതി, ഒരുപാട് അങ്ങനെ ഉണ്ടാക്കണ്ട. കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള നാരങ്ങ നീര് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ മോശമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഒരാഴ്ച എന്തായാലും നമ്മൾ യൂസ് ചെയ്യുക. ഒരാഴ്ച യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചുണ്ടിൽ കറുത്ത പാടുകളൊക്കെ
മാറുന്നത് കാണാൻ പറ്റും. അതുപോലെ ചുണ്ടിന് മേളിലുണ്ടാവില്ലേ കറുപ്പ്, ആ ഒരു ഭാഗത്ത് നമുക്കിത് അപ്ലൈ ചെയ്യട്ടെ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യണതുകൊണ്ട് ഗ്ലിസറിനായാലും നാരങ്ങാനീരായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡാർക്ക്നെസ് ഒക്കെ പെട്ടെന്ന് മാറാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.